ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ? കൂൺ തോരൻ, ചിപ്പിക്കൂൺ. മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ്. അത് മഞ്ഞളും ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്ന് ഇരിക്കുന്ന കൂണാണ്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. 200 ഗ്രാം കൂണാണിത്. ഇതിൽ ഇനിയും വെള്ളമുണ്ട്. അതൊന്ന് ഞെക്കി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കളയാം. വെള്ളം എല്ലാ കൂണിലെ വെള്ളം ഇതേപോലെ കളയാം. ഇനി ഈ കൂണുണ്ടാക്കാൻ ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: 2 ഉണക്കമുളക്, 3 പച്ചമുളക് വട്ടത്തിൽ അരിയണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 10-12 ചുമന്നുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ അരപ്പിന് ചേർക്കാനായി കുറച്ച് 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കപ്പ് തേങ്ങാപ്പീല, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത്രയും മതി ഈ തോരനുണ്ടാക്കാൻ. ഇനി നമുക്ക് ഈ തോരനൊന്ന് കൂണൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ കൂണ് ചിലർ കൈ കൊണ്ടിങ്ങനെ പിച്ചെടുക്കും. അതിലും എളുപ്പം നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇത് ചിപ്പിക്കൂണാണ്. പല രീതിയിലുള്ള കൂണുണ്ട്. എല്ലാ കൂണും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. മൂന്ന് പച്ചമുളകും കൂടെ നമുക്ക് വട്ടത്തിലായിരിക്കും. കൂണെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു കടായി വെച്ച് സ്റ്റൗ കത്തിക്കുക. കടായി ഒന്ന് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ 2 ചുവന്ന മുളക് കീറിയതും, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചെറുള്ളി അരിഞ്ഞ് ചേർക്കാം. ചിലത് സവാള ചേർക്കും. ഏത് ഉള്ളി വേണമെങ്കിലും ചേർക്കാം. ചെറുള്ളിക്കാണ് സ്വാദ് കൂടുതൽ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്
സമയം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് ചുമന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിപ്പിക്കൂൺ ചേർക്കാം. ഇത് 200 ഗ്രാം കൂണാണ്. ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. നാട്ടിലൊക്കെ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടും. ഈ സമയം തന്നെ ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി സമയം ചേർക്കാം. അതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു ബൗളെടുത്ത് 1 കപ്പ് തേങ്ങ, ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുഞ്ഞുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിരുമാം. നന്നായി തിരുമ്പി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഒന്നൊന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ടൈമിലാണ് നമ്മൾ വേവിക്കുന്നത്. വീണ്ടും അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. അടപ്പ് തുറന്ന് നോക്കാം. കൂൺ ഏകദേശം 3/4 വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് വീണ്ടും അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമാക്കി അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തേങ്ങയും മഞ്ഞപ്പൊടിയും എല്ലാം ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ. അടപ്പ് തുറന്ന ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇത് ചെറിയ ടീസ്പൂണാണ്. ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ട് അടപ്പ് നമുക്ക് തുറക്കാം. ഉള്ള വെള്ളം എല്ലാം പോയി എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്.
നല്ല സ്വാദിഷ്ടമായ കൂൺതോരൻ റെഡി. ഇത് തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് ചൂട് ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഉപ്പൊക്കെ കറക്റ്റാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂൺ തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കൂൺ തോരൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.